seen a lot of politics play out over the warning issue. While on one hand the centre says, NDRF was moved, a warning was given. We heard the health minister earlier in the day while she spoke to me, she said that they were not informed that the landslide would happen or anything that severe would happen. Not even a red alert was something that was, a notice was given to them regarding. Meanwhile, as we speak, Rahul Gandhi and Priyanka Gandhi here at a relief camp in Wayanad. They're taking stock of the situation. They were a little while ago at the landslide spot, and now you can see Mr. K.C. Venugopal there as well, and several others as my cameras try to show you these pictures. Well, earlier they did, of course, reach the spot where the landslide occurred. Now you can see, now my video journalist Pradeep, of course, is going to show you as they are going to walk out. There you see Priyanka Gandhi Vadra, and also probably just behind her there could be Rahul as well. Both of them here to visit families who've been affected by the by the landslide. They've of course now lost their homes or cannot access them anymore. Some of them who are injured as well. So meeting some of them, having a conversation, and now going back. Rahul Gandhi ji, would you like to say something to the people of Wayanad? Well, that was in fact Rahul Gandhi there after paying a visit to the victims. Probably he's going to visit another relief camp. This one, this is the government higher primary school here in Mepadi. A couple of more relief camps here itself. We are expecting him to, of course, move from here to another location, or probably a little more further. There are more people, of course, who are staying. So it's not very clear as of now. They've kept his plan as far as movement quite open. So it's going to be interesting how he will, move ahead. And also from his team, I hear there's also an announcement coming in from Rahul Gandhi very shortly. सर, आपसे राहुल गांधी मिले, क्या ब्रीफ हुआ था, आपने क्या उनको कम्युनिकेट किया, कुछ बता सकते हैं? ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് എന്ന നിലയിൽ, ഭരണസമിതി എന്ന നിലയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ വളരെയധികം ശ്ലാഘനീയമായിട്ട് പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഊന്നൽ കൊടുക്കേണ്ടത് എന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്. ഊന്നൽ കൊടുക്കേണ്ട വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരാഴ്ച കഴിഞ്ഞാൽ അതേ തുടർന്നുണ്ടായ കുറച്ച് വിഷയങ്ങളുണ്ടാവും. അതായത് അവരെ പുനരധിവസിപ്പിക്കേണ്ട ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതിനുള്ള പാക്കേജും കാര്യങ്ങളും തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോഴും ധാരാളം സാധനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനകളും വിവിധ ഏജൻസികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ട് നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ നീഡിനേക്കാൾ എത്രയോ ഇരട്ടി, ചിലപ്പോൾ 10 മടങ്ങ്, 100, 1000കണക്കിന് 10 മടങ്ങ് സാധനങ്ങൾ ഇവിടെ വരും. അത് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഇനി അടുത്തൊരു ഭാവിയിൽ ഒരു 10 മാസം കഴിഞ്ഞാൽ ഒരു കൂടുതൽ ദുരന്തമായിട്ട് മാറുക. അപ്പൊ അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മുടെ നീഡും സപ്ലൈയും നമ്മൾ ഒരുമിച്ച് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ട്. ഒരു പാക്കേജ് ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഗ്രാമപഞ്ചായത്ത് നമ്മളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡി ഞങ്ങൾ പരസ്യപ്പെടുത്തും, പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തും. ആ മെയിൽ ഐ ഡിയിലേക്ക് റിക്വയർമെന്റ്, ഞങ്ങൾ ഇത്ര ബെഡ്, ഇന്ന സാധനങ്ങൾ ഞങ്ങൾ വിതരണം നടത്താൻ തയ്യാറാണ്. ആ കൺഫർമേഷൻ നമ്മൾ ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സപ്ലൈ ഓർഡർ കൊടുക്കും. ആ കൺസേൺ ഏജൻസി വഴി ഇത്ര ക്വാളിറ്റിയുള്ള, അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു ക്വാളിറ്റി ബേസ് ഉണ്ടാവും. ഇത് പല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, പല തരത്തിലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് വരുത്താൻ പറ്റും. മൂന്നാമതായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട്. ഈ സാമ്പത്തികമായ സഹായം എന്ന് പറയുന്നത്, ലിക്വിഡ് മണി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഉള്ള കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നിയമപരമായിട്ടുണ്ട്, പഞ്ചായത്ത് രാജ് നിയമം ഉൾപ്പെടെയുള്ള അതേപോലെ ഫിനാൻഷ്യൽ റൂൾസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ത്രൂ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന്, വിത്തിൻ 2 or 3 days. Thank you, sir. Okay, very much. Okay, very much. If you like this video, then like, share and subscribe to Mirror Now.